കാക്കോ ഇന്നെന്താ ഉണ്ടാക്കാൻ പോണേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വാഴൻ്റെ ഇതിന്ന് മാണിത്തട്ട എന്ന് പറയും നമ്മുടെ നാട്ടില്. ചില സ്ഥലത്ത് ഇതിന് വാഴക്കൂമ്പ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഉപ്പേരി, നല്ല ടേസ്റ്റിൽ ഒരു ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. ഉപ്പേരി നമ്മൾ പറയും, ചിലയിടത്ത് തോരൻ എന്ന് പറയും. അപ്പോൾ അതാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഓക്കെ. അപ്പൊ ചില സ്ഥലത്ത് ഇതിന് ഒലത്തിയത്, മണിത്തട്ട ഒലത്തിയത് എന്നും പറയും. ഒലത്തിയത് പറഞ്ഞാൽ നമ്മളവിടെ വേറെ പലർത്തമാണ്. ഇതിങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ചെറിയ കുട്ടിയാകുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ തേനുണ്ടാവും. ഈ തേന് നമ്മൾ എന്ത് ചെയ്യും, നന്നിട്ട് ഇങ്ങനെ വലിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുട്ടികൾക്ക് അതൊന്നും അറിയില്ല. അല്ല, ശരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് തേന് കിട്ടുമോ? സംഭവം കിട്ടും. അപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് നമ്മളിവിടെ 4 മാണിത്തട്ട് എടുത്തിട്ടുണ്ട്. 4 എന്തിനാണ് എടുത്തതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ തൊലി കളഞ്ഞ് ലാസ്റ്റ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു സാധനം മാത്രമാണ് നമ്മൾ തോരനായിട്ട് വെക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 2 എടുത്താലൊന്നും നമുക്കൊരു ഉപ്പേരിക്ക് ഉണ്ടാവില്ല. ഒരു 4 നമുക്ക് ആവശ്യം വരും. പിന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ തേങ്ങ, അതുപോലെ പച്ചമുളക്, വലിയ ജീരകം, ചെറിയ ഉള്ളി, കടുക്, കറിവേപ്പിൻ്റെ ഇല. കുറഞ്ഞ സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാത്രമല്ല, നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഇത് പൊടിക്കുമ്പോഴും ഇത് ഉപ്പേരി ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ആദ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വെളിച്ചെണ്ണ കൈമേലാക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കറൊക്കെ മൊത്തം നമ്മളെ കയ്യിലാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കറൊന്നും നമ്മൾ കയ്യുമ്പോൾ പിടിക്കില്ല. ഇനിയിപ്പോൾ ഇത് പൊളിച്ചെടുക്കലാണ്. ഇത് പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ കറ എവിടെയാണ് ആവണമെന്ന് വെച്ചാൽ അവിടുന്ന് പിന്നെ ഈ കറ പോയി കിട്ടൂല കേട്ടോ. അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പൊളിച്ചെടുക്കാൻ. നമ്മൾ ഡ്രസ്സിലോ അതല്ലെങ്കിൽ നിലത്തൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ ആ കറ എന്ത് ചെയ്യൂല, പോയി കിട്ടൂല. പറ്റ ചെറുതായോ? അതിങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളത്തെ ഈ ഇത് മാത്രം എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നേരെ കുറച്ച് നമ്മൾ ഇതിൻ്റെ മൊത്തത്തിൽ ഇത് മൊത്തത്തിൽ എടുക്കാം നമുക്ക്. പക്ഷേങ്കിൽ ഇതാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. മറ്റേന് കുറച്ച് ഒരു കട്ടിപ്പുണ്ടാവും, ടേസ്റ്റ് കുറയും. ഇപ്പോൾ കൈമ കറാവെന്ന് പറഞ്ഞല്ലോ, പക്ഷെ അത് നമ്മൾ കൈമ വെളിച്ചെണ്ണ ആയ സ്ഥലത്തൊന്നും കറല്ല. ഇതുണ്ടോ, കുറച്ച് കമ്മി വെളിച്ചെണ്ണ ആകാത്ത സ്ഥലത്താണ് ഈ കറ വന്നിട്ടുള്ളത്. ഇതുപോലെ കൈമ കറ വെളിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലോണം വെളിച്ചെണ്ണ തേച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത് പോകും. ഇനി ഇത് സോപ്പും വെളിച്ചെണ്ണ ഇട്ടിട്ട് നല്ല വരച്ചിട്ട് സോപ്പിട്ട് കഴിയാൽ കറ പോകും. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ നൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ ഇതിൽ കറൻ്റെയും ഇതിൻ്റെയൊക്കെ പാടായിട്ട് 4 പോലത്തെ ഒരു സാധനം ഉണ്ടാവും. ഇത് കണ്ടോ, ഇങ്ങനെ ഇത് തൂങ്ങി കിടക്കുന്നുണ്ടല്ലേ, ഇതേപോലെ ഒരു 4 ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ അങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് എന്ത് ചെയ്യും, അതിൽ നിന്ന് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനാണ് 4 കൊണ്ട് എടുക്കാൻ പറ്റും. ഉണ്ടോ, ഇതുപോലെ അതിന് മാത്രം ഒരു വേർതിരിച്ച് ഇങ്ങനെ കിട്ടും. കുറേ ഇങ്ങനെ കാട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് മാത്രം ഒരു ഉണ്ടായിട്ട് ഇങ്ങനെ വരും. ഉണ്ടോ, ഇങ്ങനെ ആയിട്ട് പിന്നെ അത് മാത്രം ഒരു കട്ടായിട്ട് കൊണ്ട് വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുത്തിട്ട് വേസ്റ്റാണ് ഒഴിവാക്കും. നമ്മളിതിലേക്ക് അരി വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില ആളുകൾ ഇതിലേക്ക് മുതിര, മമ്പയർ, അതുപോലെ ചെറുപയറൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരി വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അരി വറുത്ത് കിട്ടുന്നത്. അധികം കരിഞ്ഞു പോകരുത്. ഈ ഒരു രീതിയിൽ നമുക്ക് ആയി കിട്ടണം. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ചതവ് റെഡിയാക്കി എടുക്കലാണ്. തേങ്ങ, അതുപോലെ പച്ചമുളക്, ചെറിയ ഉള്ളി, വലിയ ജീരകം, ഇതൊന്ന് ചതച്ചെടുക്കുക. ഇപ്പോൾ ചതവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച അരി പൊടിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കലാണ്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. വലിയ ഉള്ളി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ എണ്ണയിൽ കിടന്ന് നല്ലോണം ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാണിത്തട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി നമ്മൾ നേരത്തെ അരി വറുത്ത് പൊടിച്ച് വെച്ചില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 10 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതുപോലെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നല്ല അടിപൊളി മണിത്തട്ട ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം ടൈം ആവശ്യമല്ല. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന ഐറ്റംസ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണിത്. നമുക്ക് കഴിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇതാ അന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.